ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു ബുദ്ധിമാനാണ് എന്നുള്ളതാണ്. അമീർ, നമ്മൾ ഇതുവരെ താങ്കളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, നല്ല സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആളെ കാണാനാ ഇങ്ങനെ, പക്ഷെ കയ്യിലിരിപ്പ് വേറെയാ. അതായത് സാർ, നിങ്ങൾ എന്നെ പറയുന്നത് ഇടയ്ക്കൊരു ഭ്രാന്തൻ എന്നുമാണ്, പിന്നെ ഇപ്പൊ പറയുന്നത് ബുദ്ധിയുള്ളവനെന്നും. താങ്കൾക്ക് ഞാൻ എക്സാമ്പിൾ തരാം. തരൂ. ഈ ഇടയ്ക്ക് റേറ്റ് സിനിമ റിലീസായി. അതില് സെയ്ഫ് ഉണ്ടായിരുന്നു, കരീന ഉണ്ടായിരുന്നു. താങ്കൾ ആ സിനിമയുടെ പ്രീമിയർ ഷോയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആദ്യമായി ജനങ്ങൾക്ക് താങ്കളുടെ ഗജനി ലുക്ക് മനസ്സിലാക്കാൻ ഒരു സന്ദർഭം കിട്ടി. അപ്പോൾ ആ സിനിമയുടെ പബ്ലിസിറ്റി അങ്ങനെ തന്നെ നിന്നിട്ട് എല്ലാ ശ്രദ്ധയും താങ്കളുടെ മേലായിപ്പോയി. അതെയോ? അതായത് ഗജനി സിനിമയിൽ എനിക്ക് 2 ലുക്കുണ്ട്. ഒരു ലുക്ക് നോർമൽ ലുക്കാണ്, മറ്റേ സഞ്ജയ് സിംഗാനിയുടെ. പിന്നെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവും. അതിനുശേഷം ടോട്ടലി ലുക്കിലൊരു ഫുൾ ചേഞ്ചസ് ആയിരിക്കും. തലയിൽ ഒരുപാട് മാർക്സ് ഉണ്ടാവും. സോ പകുതി സിനിമയുടെ ഷൂട്ടിങ്ങും തീർന്നു. മുടി ഉണ്ടായിരുന്ന ക്യാരക്ടർ തീർന്നു. അപ്പോൾ ഇനി മുടി ഷേവ് ചെയ്യണം. ആ സമയത്ത് എനിക്ക് രമേഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രമേഷ് തുറാണി എന്ന് പറഞ്ഞ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് വട്ടം അവിടെ പാർട്ടിക്ക് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോലും എന്നെ കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അതിന് ഒരു ദിവസം മുമ്പായിരുന്നു എനിക്ക് മൊട്ടയടിച്ചതൊക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാനാ? സോ ഇതുകൊണ്ട് പ്രത്യേക സ്ട്രാറ്റജി ഒന്നുമില്ല. ഉറപ്പായിട്ട് സ്ട്രാറ്റജി അല്ല. ഷാരൂഖ് ഖാന്റെ സിനിമ റബ്നെ ബനാദി ജോഡി വളരെ ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അതിൽ തന്റെ ക്യാരക്ടർ മാറ്റിയിട്ടുണ്ട്. ജനങ്ങൾ ആ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ഓരോ തിയേറ്ററിന്റെ വാതിക്കലും അമീർ ഖാന്റെ മൊട്ടയടിച്ച ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും അതാണ് കണ്ടുകൊണ്ട് നിന്നത്. ശരിയല്ലേ? ജനങ്ങൾ റബ്നെ ബനാദി ജോഡി മറന്നു, എല്ലാവരും ഗജനി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഗജനിയിൽ എനിക്കൊരു പെർട്ടിക്കുലർ ലുക്ക് ഉണ്ടായിരുന്നു. ആ ലുക്ക് എല്ലാ സിനിമയിലും ഉപയോഗിക്കാൻ പറ്റില്ല, ആ സിനിമയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യയിലെ എത്രയൊക്കെ മൾട്ടിപ്ലെക്സ് ഉണ്ടോ അവരുടെ ഒപ്പം നമുക്ക് ഒരു ഡീലിംഗ് നടത്താം. അവർക്കുള്ള അർഷസ് ആവട്ടെ, സ്റ്റാഫ് ആവട്ടെ, ക്യാൻറ്റീൻ ആവട്ടെ, ഏകദേശം ഒരു 40-50 പേരോളം ഉണ്ടാവും അവിടെ. ചിലപ്പോൾ അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അവരെ ഗജനിയുടെ ലുക്കിൽ മാറ്റി ഹെയറൊക്കെ ഷേവ് ചെയ്ത് 2-3 വെട്ടൊക്കെ തലയിൽ ഇട്ടുകൊടുത്ത്, സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു പോസ്റ്റർ പോലെ ആവും. സോ ഞങ്ങളുടെ ടൈലർ അങ്ങോട്ട് മൾട്ടിപ്ലെക്സിലെ സ്റ്റാഫിനൊക്കെ ടൈലറായി അവർ. അതൊരു നോവൽ കോൺസെപ്റ്റാണ്, എവിടെ നോക്കിയാലും ഫുൾ ഗജനീസ് ആയിരിക്കണമെന്ന്. ഇതൊരു സൂപ്പർ ഐഡിയ ആയിരുന്നു. ഇത് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ആലോചിച്ചതായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഈ സിനിമയുടെ റിലീസിന് മുമ്പ് ഞങ്ങളിത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സിനിമ റിലീസാവുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഷാറൂഖിൻ്റെ സിനിമ. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഷാറൂഖിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി. ഷാറൂഖ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ഇത്രത്തോളം വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് അതുകൊണ്ട് എന്നെ പരമാവധി അമീർ ഖാൻ പ്രയോജനപ്പെടുത്തിയെന്ന്. എന്റെ സിനിമ റിലീസായ സമയത്ത് അമീർ ഖാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തത്. അതെ, ഷാറൂഖ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച നല്ല കാര്യമല്ലേ? ഇന്ന് താങ്കൾ പറയുന്നു അദ്ദേഹം ഹെൽപ്പ് ചെയ്തത് നല്ല കാര്യമാണെന്ന്. പക്ഷേ താങ്കൾ താങ്കളുടെ ബ്ലോഗിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് ഞാനിപ്പോൾ വായിച്ചു പറയാം. വേണ്ട പഠിക്കണ്ട. ഇദ്ദേഹം തന്റെ ബ്ലോഗിൽ എന്താണ് എഴുതിയിരുന്നെന്ന് ഇപ്പൊ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വായിക്കാൻ പോവുകയാണ്. ഞാനൊരു മരത്തിന്റെ അടിയിൽ എന്റെ അമ്മയോടും മകളോടും ഒപ്പം കളിക്കുകയായിരുന്നു. ഷാരൂഖ് എന്റെ കാല് നക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷാരൂഖിന് ബിസ്ക്കറ്റും നൽകി. ഇതിനേക്കാൾ മറ്റെന്താണ് എനിക്ക് വേണ്ടത്? ദൈവമേ, ഞാൻ എന്ത് പറയാനാ രജിത് സർ? സത്യം പറയണമെങ്കിൽ ഇതൊരു കോമഡിക്ക് വേണ്ടിയായിരുന്നു. ആൻഡ് ഷാറൂഖിനെ എൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും, അതായത് ഷാറൂഖിനെ ഫിലിം ഫെയർ നൈറ്റിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോസിൽ, ഇല്ലെങ്കിൽ അവാർഡ് ഷോയിൽ, എല്ലായിടത്തും അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. എനിക്കതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ കളിയാക്കാണ്ട് ആരെന്നെ കളിയാക്കാൻ പോകുന്നു പറഞ്ഞേ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും കിരണും പഞ്ച്കേനിയിൽ വീട് മേടിച്ചായിരുന്നു. ആ വീട്ടിൽ കെയർ ടേക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുവാണ്. ആനന്ദി ബാബൻ ബാപ്പു അവരവിടെ ആഗ്രഹിച്ചിരുന്നു. അതായത് ഞങ്ങളവിടെ ഓണറായിട്ട് പോയാലും അവർക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള പെർമിഷൻ വേണമെന്ന്. ഞാനതിന് സമ്മതിച്ചു.
അവർക്കൊരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടിയുടെ പേര് ഷാരൂഖ്. ഞാൻ എന്ത് ചെയ്യാനാ? പല പല സിനിമകളിൽ അല്ലല്ല, വില്ലന്മാർ ഇങ്ങനെ അല്ലല്ല, ഞാൻ പറയാറുണ്ടായിരുന്നു. പറഞ്ഞേക്കണം. ഞാൻ അല്ല. പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നിന്റെ പേരിൽ ഞാൻ പട്ടിയെ വളർത്തുന്നു. സോ ഞാൻ ആ വീട് വാങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആ വീടിൻ്റെ ഒപ്പം മേടിച്ചപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. എനിക്ക് ഒട്ടും ഐഡിയ ഇല്ല. ഞാൻ ആ പട്ടിയെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ പട്ടി നല്ല ഹാൻസം ആയിരുന്നു, നല്ല രസമായിരുന്നു അവൻ. അതെ, ഞാൻ ചുമ്മാ കോമഡി ഉണ്ടാക്കുമെന്ന് വിചാരിക്കണേ, സത്യം പറഞ്ഞു. ഞാൻ ആ പട്ടിയുടെ പേര് ചോദിച്ചു. ആനന്ദിബായിയുടെ അടുത്ത് ഞാൻ ആ പട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷാരൂഖ്. കിരൺ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കിരൺ ചോദിച്ചു, എന്താ ഈ പട്ടിക്ക് വളരെ വ്യത്യസ്തമായ പേര് വെച്ചേക്കുന്നത് ഷാരൂഖ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ബംഗ്ലാവിൽ കുറച്ച് വർഷത്തിന് മുമ്പ് ഒരു ആഡിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഷാരൂഖ് ഖാൻ സാർ വന്നിരുന്നു. അപ്പോൾ ഈ ബംഗ്ലാവിൽ ആഡിൻ്റെ ഷൂട്ട് നടക്കുമായിരുന്നു. അന്നായിരുന്നു ഞങ്ങൾ ഈ പട്ടിക്കുഞ്ഞിനെ ബംഗ്ലാവിലോട്ട് എടുത്തോണ്ട് വന്നിരുന്നെന്ന്. ഞങ്ങൾ ഷാറൂഖ് ഖാൻ്റെ വലിയ ഫാൻ ആയതുകൊണ്ട് ഇവന് ഷാറൂഖ് ഖാൻ എന്ന് പേരിട്ടെന്നും പറഞ്ഞു. അവർ ഷാറൂഖ് ഖാൻ്റെ വലിയ ഫാൻ ആയതുകൊണ്ട് പട്ടിക്ക് ഷാറൂഖ് എന്ന് പേരിട്ടു. അപ്പോൾ ഷാറൂഖ് ഖാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ വന്നു ആ ആഡ് ഫിലിമിൻ്റെ ഷൂട്ടിന് വേണ്ടി. അപ്പോൾ കിരൺ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞത് ആമരുത് നല്ലതല്ല, നമ്മൾ ഷാറൂഖ് എന്ന് വിളിക്കേണ്ട സാക്കി എന്ന് വിളിക്കാം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനും കിരണും അതിന് ഷാക്കി എന്നാണ് വിളിക്കുന്നത്, ഷാറൂഖ് എന്നല്ല. പക്ഷേ ബ്ലോഗ് ബ്ലാക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഞാനൊരു ദിവസം ഗാർഡനിൽ അമ്മയുടെ ഒപ്പം ഇരിക്കുമായിരുന്നു. എൻ്റെ മോള് സുനീത്തും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അമ്മയുടെ അടുത്ത് ഞാൻ ഷാറൂഖിനെ കുറിച്ച് എഴുതാൻ പോവാന്ന്. അതവൻ പഠിച്ച് അവൻ അതിനെ കണ്ട് ചിരിക്കും, അവനത് രസിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവൻ അത്രയ്ക്കും എന്നെ കളിയാക്കുന്നവനാ. അമീർ ഇതുവരെ എന്നെ കളിയാക്കിയിട്ടില്ലെന്ന് അവൻ ചിലപ്പോൾ വിചാരിച്ചു കാണും. അത് നല്ലതല്ലല്ലോ. അതായത് ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ കോമഡി ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിൽ ഷാറൂഖ് ഖാനിന് നല്ല റെസ്പെക്റ്റ് ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. എപ്പോഴും റിഗാർഡുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അതെപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ, ഒരിക്കലും പോകത്തില്ല. താങ്കൾക്ക് അത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും പബ്ലിക്കായിട്ടല്ലേ എല്ലാം പറയുന്നത്. ഷാറൂഖ് ഖാൻ നമ്പർ 2 ആണ്, താനാണ് നമ്പർ 1 എന്ന്. അല്ലല്ല, അവനെ നമ്പർ 2 എന്ന് പറയാൻ ഞാൻ ആരാണ്? ആക്ച്വലി ഞാൻ ഈ നമ്പറിംഗ് ഒന്നും ചെയ്യത്തില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ ദിലീപ് കുമാർ സാർ, അദ്ദേഹവും നമ്പർ 1. ബച്ചൻ സാർ, പിന്നെ നർഗീസ് സാറുണ്ട്. ഇവരുടെ എല്ലാവരും വലിയ ഫാനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് അവരാണ് നമ്പർ 1. എനിക്ക് ലത നമ്പർ 1 ആണ്. എന്നെ സംബന്ധിച്ച് നമ്പർ 1 ആണ്. പക്ഷേ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് മൊത്തത്തിൽ ഞാൻ ഈ നമ്പർ 2 ഒന്നും നോക്കത്തില്ല. എന്റെ അടുത്തൊരു വലിയ റിസർച്ച് തന്നെയുണ്ട്. താങ്കൾ ഷാറൂഖിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ഷാറൂഖ് താങ്കളെ കുറിച്ച് എന്താണ് പറഞ്ഞത്. കുറെ മാസങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമ ഒരുമിച്ച് റിലീസായപ്പോൾ, റബ്നെ ബനാദി ജോഡി പിന്നെ ഗജനി റിലീസായപ്പോൾ റിലീസ് ഡേറ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തിൽ മീഡിയയിൽ ഷാറൂഖ് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്നു, ഞാനും ആ സമയത്ത് കൊടുക്കുമായിരുന്നു. എനിക്കറിഞ്ഞ നിങ്ങൾ ആ കാര്യത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് സ്കിൽ വളരെയധികം കുറവാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഷാറൂഖ് ഖാനെ ഒരു കമന്റും പറഞ്ഞിട്ടില്ല, കമന്റ് ചെയ്തില്ല. പക്ഷേ ഷാറൂഖ് എന്നെക്കുറിച്ച് ഒരുപാട് വട്ടം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് ഉത്തരം പറയില്ല. അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ സിനിമ അവൻ്റെ സിനിമ ഒരുമിച്ച് റിലീസാവുമ്പോൾ മീഡിയ അവൻ്റെ അടുത്തും ചോദ്യം ചോദിച്ചു, എൻ്റെ അടുത്തും ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപാട് വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും അതാണ് പറഞ്ഞത് അവൻ. അതുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കണമെന്ന് ഓർത്തു, അതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ ഉത്തരം പറഞ്ഞതാ. വളരെ നല്ല ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഷാറൂഖ് ഖാൻ നമ്പർ 2 എന്ന് പറഞ്ഞില്ലേ ഞാൻ. താങ്കൾ അദ്ദേഹം നമ്പർ 1 അല്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ അങ്ങനെയും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ നമ്പർ 1. ഇതുവരെ അദ്ദേഹം തന്നെ നമ്പർ 1 എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മക്കൾ താങ്കളുടെ വലിയ ഫാനായിരുന്നു. പക്ഷേ എപ്പോൾ താങ്കൾ ആ പട്ടിക്കവിത എഴുതിയോ അപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ദേഷ്യം വന്നു. അതെ, ഞാൻ ആക്ച്വലി ഷാറൂഖിൻ്റെ മേൽ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അടിപൊളി ഫാമിലി മാനാണ്. പണിയില്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും ഫാമിലിയോടൊപ്പം ആയിരിക്കും മാക്സിമം. ഹിസ് വൈഫ്, ഹിസ് സിസ്റ്റർ, ഹിസ് ഫാമിലി, ഹിസ് മദർ, എല്ലാവരും ഞാൻ നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം അവൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് അൺകണ്ടീഷണൽ അപ്പോളജീസ് പറയുവാണ് ഷാറൂഖിനും ഫാമിലിക്കും. കാരണം ഞാൻ ആരുടെയും മനസ്സ് കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ താങ്കൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ താങ്കളെ തിരിച്ചു വന്ന സമയത്ത്
താങ്കളുടെ ബോഡി ചെക്ക് ചെയ്തോന്ന് ചോദിച്ചിരുന്നു. എന്നെ ആര് ചെക്ക് ചെയ്യാനാ, ഞാനൊരു ഇഡിയറ്റ് അല്ലെന്ന് താങ്കൾ ഉത്തരവും പറഞ്ഞു. അതിനോടൊപ്പം താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, അതായത് മീഡിയ എപ്പോഴും ഞങ്ങളെ പിടിച്ചേക്കുമല്ലോ. ഞങ്ങൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ അതിനും പിടിച്ചു വെച്ചേക്കും ഞങ്ങൾ. ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളവർ സെർച്ച് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോ കമൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ എന്താ പറയണ്ടേ? ഇല്ല, സെർച്ച് നടന്നില്ല. എന്തുകൊണ്ടാണ് നടന്നില്ല? എന്തിനാ നടക്കുന്നത്? 8 മണിക്കൂർ ഞാൻ ഫ്ലൈറ്റിൽ വന്നിട്ട് സെർച്ച് നടന്നില്ല എന്നാണോ അവർ ചോദിക്കേണ്ടത്? എന്തുകൊണ്ട് സംഭവിച്ചില്ലെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത്? നാവിലൊരു ഉത്തരം വന്നത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനൊരു ഇഡിയറ്റ്, അതുകൊണ്ട് അവരെന്നെ സെർച്ച് ചെയ്യാണ്ട് വിട്ടേന്നുള്ളത് പറഞ്ഞു. അപ്പോ ഷാരൂഖ് വളരെ ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സെർച്ച് ചെയ്തെന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞതേയില്ല. ഇല്ലല്ല, ഇത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ്. ഈ കാര്യം സത്യമാണോ? ഇതിനു മുൻപ് താങ്കൾ വെറുതെ കോമഡി ഒന്നും പറയില്ല, ഒന്നിലും റിയാക്ട് ചെയ്യില്ല. പക്ഷേ ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം താങ്കൾ ഷാരൂഖിനോട് മാത്രം നിർത്തിയില്ല. ആരെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞേ? സൽമാൻ ഖാനെ കുറിച്ച് താങ്കൾ എന്താണ് പറഞ്ഞത്? ഞാൻ സൽമാനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാ, താങ്കളുടെ കസിന്റെ സിനിമ റിലീസായ സമയത്ത് അതിൽ താങ്കളാണ് മെയിൻ പിന്നിലുണ്ടായിരുന്നു. അതിൽ പാട്ട് എഴുതുന്ന സമയത്ത് ആ പാട്ട് है मस्कुलर वेरी मस्कुलर, है पॉपुलर वेरी पॉपुलर. ഇത് സൽമാൻ ഖാനെ പറ്റി. അതിനുശേഷം താങ്കൾ എഴുതിപ്പിച്ചിരിക്കുകയാണ്, पप्पू दिखने में अंग्रेज है, पप्पू की गाड़ी तेज है, पप्पू कुड़ियों में क्रेज है, പിന്നീട് എഴുതിയിരിക്കുന്നു बट पप्पू कांट डांस आला. നോക്കൂ, ആ സിനിമ എൻ്റെ സിനിമയാണ്. അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തതും. ആ സിനിമയിൽ ഈ പാട്ടും കൂടെ ഉണ്ട്. പക്ഷെ അത് സൽമാനെ കുറിച്ചിട്ടുള്ളതല്ല. ഞാൻ ആ കാര്യം ഞാൻ അറിഞ്ഞത് ഈ പാട്ട് എഴുതിയത് താങ്കളാണെന്നാണ്. അതും അദ്ദേഹത്തിന് വേണ്ടി എഴുതിയതാണെന്ന്. അല്ലല്ല, അത് എഴുതിയത് അബ്ബാസാ. അതായത് ഞാൻ ഇത് വളരെ തെറ്റെന്നേ പറയുന്നുള്ളൂ. കാരണം സൽമാൻ നല്ലപോലെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? നിങ്ങൾ സൽമാനെ കുറിച്ച് എല്ലാ കാര്യവും പഠിച്ചിട്ടുണ്ട്. അതായത് പെണ്ണുങ്ങളൊക്കെ സൽമാന്റെ മേലെ ക്രേസ് ആയിട്ട്, എല്ലാ കാര്യവും ശരിയാണ്. സൽമാൻ ഒരു ഫോറിനറെ പോലെ ഇരിക്കുന്നതും വളരെ സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്നതും. പക്ഷെ ഡാൻസ് നന്നായിട്ട് ചെയ്യും സൽമാൻ. പപ്പുന് സൽമാൻ ആവാൻ ചാൻസ് ഇല്ലല്ലോ. ഇപ്പോ 3 ഇഡിയറ്റ്സ് വന്നിട്ടുണ്ട്. സിനിമ ഇതുവരെ റിലീസ് ആയിട്ടില്ല. പക്ഷെ അതിൽ വർക്ക് ചെയ്തവർ എന്നോട് പറഞ്ഞത് താങ്കൾക്കും കരീനയ്ക്കും വലിയൊരു കിസ് സീൻ ഉണ്ടെന്നാണ്. അതോടൊപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ആ സീൻ കണ്ടു കഴിഞ്ഞാൽ സൈഫ് അലി ഖാൻ ബോധം കെട്ട് വീഴുമെന്നാണ്. ഇല്ല, ഞാൻ ആക്ച്വലി ഒരു കാര്യം ചോദിക്കണം. ഈ എല്ലാ കാര്യവും നിങ്ങൾ എങ്ങനെയാ അറിയുന്നത്? ഈ സിനിമ ഇതുവരെ റിലീസായില്ല, പിന്നെ ഈ കാര്യം മാത്രം നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? എങ്ങനെയാന്ന് പറയാം. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? താങ്കൾ തന്നെ പറയൂ, അത് എത്രത്തോളം ദൈർഘ്യമുള്ള സീനാണെന്ന്. അതായത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് ടൈം കൗണ്ട് ചെയ്യാറില്ലല്ലോ, ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ ഒരു നല്ല റൊമാൻറ്റിക് മൊമെന്റ് ഉണ്ട്. ഇതുവരെ നിങ്ങൾ എങ്ങനെ അറിയും? കാരണം സിനിമ റിലീസ് ആയില്ലല്ലോ, എങ്ങനെ അറിയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സത്യമാണോ? അതായത് ഒരു സ്റ്റണ്ട് ആക്ച്വലി കുർബാൻ സിനിമയിൽ, ഈ കുർബാൻ സിനിമ സത്യത്തിൽ കുർബാനായിട്ട് മാറുമോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. സ്റ്റണ്ടൊന്നും അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമയുടെ പ്രോമോയിൽ തന്നെ ഞങ്ങളത് കാണിച്ചിരിക്കുമല്ലോ. പ്രോമോയിൽ അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ താങ്കൾ ആലോചിക്കുകയാണ്, ആരാണിത് ലീക്ക് ചെയ്തിരിക്കുക? അവരുടെ മുഖം അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു എനിക്ക്. കാരണം ഞങ്ങൾ ഇത് പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇത് ഉപയോഗിക്കണമെന്നും പറഞ്ഞത്. മാത്രമല്ലാണ്ട് ഞങ്ങളുടെ സിനിമയിൽ ഇതൊരു സെല്ലിംഗ് പോയിന്റും അല്ല. ഞങ്ങൾ ചെയ്തിരുന്ന സിനിമ നേരത്തെ ചെയ്ത സിനിമയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സെയിൽ ചെയ്യാം, ജനങ്ങളെ, ഓഡിയൻസിനെയൊക്കെ കുറച്ച് എക്സ്ട്രാ അട്രാക്ട് ചെയ്യാം. ഞങ്ങളുടെ സിനിമയുടെ കഥ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. അത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞേ പറ്റൂ. ഈ സിനിമയുടെ യുണീക്ക് പോയിന്റ് തന്നെ അതിൻ്റെ കഥ തന്നെയാണ്. അടിപൊളി കഥയാണ്. ഡയറക്ടർ രാജിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി, നിങ്ങളെ അദ്ദേഹം എൻ്റർടൈനും ചെയ്യും, പിന്നെ എൻറിച്ചും ചെയ്യും. അത് നിങ്ങൾ നല്ലപോലെ എൻജോയും ചെയ്യും, പിന്നെ നല്ലപോലെ ഇഷ്ടവും പെടും നിങ്ങൾക്കത്. അദ്ദേഹം ഗാന്ധിഗിരി എടുത്തായിരുന്നു. മുന്നാ ബായ് ലഗേ ലഗോ, മുന്നാ ബായ് MBBS. ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ കഥ കാണുന്ന സമയത്ത് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അതുമാത്രമല്ലാണ്ട് പടം കഴിയുമ്പോൾ നല്ലൊരു കാര്യം പഠിക്കാൻ പറ്റും.
ആ സിനിമ വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുപോലെ ആ സീൻ എത്രത്തോളം ആ സീൻ എത്ര ദൈർഘ്യമുള്ളതാണ്. വലുതാന്നല്ലേ വരുന്നത്.